ഓം ശക്തി പരാശക്തി. ഹായ് ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് പോകുന്ന എവിടേക്കാണെന്ന് അറിയാമോ? എൻ്റെ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് പാരിപ്പള്ളിയാണ്. അവിടെ ഈഴമ്പിള ദേവീ ക്ഷേത്രം എന്ന് പറയും, ഭദ്രാദേവി ക്ഷേത്രമാണ്. അപ്പോൾ അവിടേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പോയതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രത്തിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിലും പോകണം എന്നുള്ള കാര്യം. അപ്പോൾ ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത്. അപ്പോൾ ദേവി അമ്മ അതിനൊരു അവസരം തന്നു. അങ്ങനെ ഇപ്പം ഞാൻ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി എന്നൊക്കെ പറയുന്നത് നോക്കൂ നിങ്ങൾ, നല്ല ഭംഗിയാണ് അവിടെ. നല്ല എന്താ പറയുക, പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് ഇത്. ക്ഷേത്രത്തിനടുത്തുള്ളൊരു കുളമാണ് കേട്ടോ. അതിൽ നിറച്ച് താമരയൊക്കെ ഉണ്ട്. ക്ഷേത്രക്കുളമാണ്. അപ്പം അതിൻ്റെ ഒരു മനോഹാരിത ഭംഗിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു വയലാണ്, അതിനടുത്ത് തന്നെയുള്ളൊരു വയലാണ്. ഈ പണ്ടത്തെ നമ്മുടെ ഈ വയൽവരമ്പും പാടവും സമാധാനമുള്ള ആ ഒരു ചുറ്റുപാടും ഒക്കെ എന്ത് ഇതാണല്ലേ, നല്ല ഭംഗിയാണല്ലേ. നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാലത്ത് അങ്ങനെയൊന്നും ഇല്ലല്ലേ. ഇപ്പം എല്ലാവരും തിരക്കിട്ട ഓട്ടങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെയും എന്താ പറയുക, ഇങ്ങനെയുള്ള പ്രകൃതി ഭംഗിയൊന്ന് ആസ്വദിക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ എന്തോ നല്ലൊരു ഫീലിംഗ് ആണല്ലേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇത് ക്ഷേത്ര കുളമാണ്, ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പം നല്ല ഭംഗിയാണ് ഇവിടെ. ഒരു എന്താ പറയുക, ഒരു നല്ല പ്ലസൻറ്റ് ഫീലാണ് നമുക്ക് ആ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ. അപ്പം ഇപ്പോൾ എന്താണ്, യുദ്ധം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പാക് യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വിഷമകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണല്ലേ നമ്മളെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദേവിയോടും പ്രാർത്ഥിക്കാം ഇതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ആ ഭദ്രദേവി ക്ഷേത്രം, നമ്മുടെ കുടുംബക്ഷേത്രമാണ്. എൻ്റെ അച്ഛൻ്റെ കുടുംബക്ഷേത്രമാണ്. നാടുവാഴി കുടുംബം എന്നാണ് പറയുന്നത്. നാടുവഴി കുടുംബമാണിത്. അപ്പം അതുകൊണ്ട് ഒത്തിരി എന്താ പറയുക, ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു സ്ഥലം. അതാണ് എനിക്ക് അച്ഛൻ്റെ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത്. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്താ പറയുക, ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഒരിത് ദേവി തന്നതെന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ഇത് ആൽമരമാണ്, അതിനടുത്തുള്ള ആൽമരം നല്ല ഭംഗിയാണ്. അവിടെ ഇങ്ങനെ ആലിലകളൊക്കെ ഇങ്ങനെ ആടുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ആൽമരത്തിൻ്റെ അടുത്തിരിക്കാൻ. അങ്ങനെ ആൽമരത്തിൻ്റെ തണലിലൊക്കെ ഞാൻ ഇരുന്നു. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. അകത്തൊന്നും ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല കേട്ടോ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് നമുക്ക് ക്യാമറ അലോഡല്ല. അമ്മ വന്നായിരുന്നു, അപ്പോൾ അമ്മയുടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് യുദ്ധമൊക്കെ അവസാനിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം.